എടാ കൊച്ചാപ്പി, ആ മീറ്റിങ്ങിൽ സമയമേ ഒരമണിക്കൂറും കൂടെ ഒന്ന് നീട്ടി വെക്കണേ. ഞാൻ റെഡി ആയിട്ടില്ല. അപ്പോൾ ഗൈസ്, ഇത്ര കളക്ഷൻസ് അല്ല, ഇനിയും കളക്ഷൻസ് ഉണ്ട്. അത് ഞാൻ കാണിക്കാം. ഇനി അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ നാടിൻ്റെ അഭിമാനവും പാലാറ്റിങ്കര പഞ്ചായത്തിലെ വാർഡ് മെമ്പറുമായ ദേവകി വാസുദേവൻ എന്ന എൻ്റെ അമ്മേനെയാണ്. സോ ഇതാണ് എൻ്റെ അമ്മ. അമ്മ ഹായ് പറ. ഗൈസ്, ഈ നാടിൻ്റെ അഭിമാനമാണ് എൻ്റെ അമ്മ. സോ അതുകൊണ്ട് ഞാൻ ഈ പാട്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പൂവേ. ഗൈസ്, വേറൊരു കാര്യം എന്താന്ന് വെച്ചാലേ, ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് കിച്ചണിൽ. നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ അങ്ങനെ ഹെൽപ്പ് ചെയ്യണം അല്ല അമ്മേ? അതിന് നീ എപ്പോഴാണ് കിച്ചണിൽ ഹെൽപ്പ് ചെയ്യുന്നത്? അമ്മ ലൈവാ. അല്ല, എന്താണെന്ന് പറഞ്ഞാലും ചെയ്യാത്ത കാര്യം ഇങ്ങനെ ചെയ്തെന്ന് പറയുന്നു. ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഇന്നലെയൊക്കെ പാത്രമൊക്കെ കഴുകി തന്നില്ല. എപ്പൊ കഴുകിയെന്ന്? ഇവിടുത്തെ എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യുന്നത്. അമ്മ എന്തോ പരിപാടിയാണ് കാണിച്ചത്? അമ്മ ഞാൻ ലൈവ് പോലെ അമ്മയ്ക്ക് അഡ്മിഷനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞൂടെ? എന്തെങ്കിലും ചെയ്താലല്ലേ സപ്പോർട്ട് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. അമ്മ ഞാൻ ഇന്നലെ പാത്രമൊക്കെ കഴുകി തന്നില്ല അമ്മയ്ക്ക്. എപ്പൊ കഴുകി? അത് ഞാൻ അമ്മ അങ്ങോട്ട് പോയപ്പോ ഞാൻ കഴുകിയ. പിന്നെ ഞാൻ കാണണം കഴുകിയത്. അമ്മ എന്നാലും അമ്മ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്തുകൂടായിരുന്നോ? എനിക്കങ്ങനെ കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. അമ്മ അപ്പൊ ഒരു കള്ളത്തരം പറഞ്ഞിട്ടില്ല. ഞാനൊരു കള്ളത്തരം ലൈവേ പറഞ്ഞ അമ്മ ഈ നാടിന്റെ അഭിമാനമാണ്, അതാണ് ഇതാണ്. അതേപോലെ അമ്മയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്തു. അതിനകത്ത് എന്ത് കള്ളത്തരം ഉള്ളത്? അതുള്ള കാര്യമല്ലേ, സത്യമല്ലേ? അത് എനിക്കും എന്റെ അച്ഛന് മാത്രമേ അറിയത്തുള്ളൂ അമ്മ അഭിമാനമാണല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തുവാ? വനിതാ മുഖ്യമന്ത്രിയായിട്ട് ആദ്യമായിട്ട് കയറാൻ പോകുന്ന ഒരാളാ ഞാൻ. എന്നെ നീ അപമാനിച്ച് വർത്താനം പറയുന്നത്. വനിതാ മുഖ്യമന്ത്രി അച്ഛൻ വിടണ്ടേ? എന്നാലല്ലേ അമ്മ വനിതാ മുഖ്യമന്ത്രി ആവത്തുള്ളൂ. അച്ഛൻ സമ്മതിക്കത്തില്ല. നോക്കൂ. അയ്യോ, അതിന് അങ്ങാരുടെ സമ്മതം ആർക്ക് വേണം? എനിക്ക് അതിന്റെ സമ്മതമൊന്നും വേണ്ട. എന്നെ ജയിപ്പിച്ച് വിടുന്നത് നാട്ടുകാരാ. അവരുടെ വോട്ട് കൊണ്ട് ഞാൻ ജയിച്ച മുഖ്യമന്ത്രിയാവും. അതിന് എനിക്ക് ഇയാളുടെ സമ്മതമൊന്നും വേണ്ട. അച്ഛൻ വോട്ട് മറിക്കും. പിന്നെ അച്ഛൻ വോട്ട് മറിച്ച് ആരുടെ വോട്ട് മറിക്കും? ആ അച്ഛന്റെ ഒരാളുടെ വോട്ട്. ബാക്കി നാട്ടുകാരുടെ വോട്ടൊന്നും മറിക്കാൻ അങ്ങേർക്ക് കഴിവൊന്നും ഇല്ല. എടി പെണ്ണെ, നിനക്ക് കല്യാണം ഒന്നും കഴിക്കണ്ടേ? എനിക്ക് കല്യാണം കഴിക്കണ്ട. അമ്മയ്ക്ക് എന്റെ ലൈവിൽ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റൂല്ലോ? എനിക്ക് അതിപ്പോ അറിയണം. അതെനിക്കിപ്പോ പറ്റത്തില്ല. നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? നീ കല്യാണം കഴിക്കുന്നില്ല, പിന്നെ എന്തോ ചെയ്യാൻ പോകുന്നു? സന്യസിക്കാൻ പോകുന്നു. സന്യസിക്കാനാ? ഇവിടെ അതൊന്നും നടക്കത്തില്ല. സന്യസിക്കണമെങ്കിലും വല്ല കാട്ടിലോ മേട്ടിലോ ഹിമാലയത്തിലോ പോയി തപസിരിക്കും. ഇവിടെ അങ്ങനെ വെറുതെ തപസിരിക്കാനൊന്നും പറ്റത്തില്ല. അമ്മയ്ക്ക് ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കണം, അതാണ് അമ്മയുടെ പ്രശ്നം. എനിക്ക് കല്യാണം കഴിക്കണം. എനിക്കല്ല, നിനക്ക്. എന്റെ ആങ്ങളുടെ മോനെ വന്നിട്ടുണ്ട് വിദേശത്തുനിന്ന്, UK-ന്ന്. അവൻ അവിടുത്തെ അറിയപ്പെടുന്ന വലിയ വ്ളോഗറോ ഏതാണ്ട് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറോ അങ്ങനെ എന്തൊക്കെയാണ്. നല്ല പൈസയാ. അമ്മേ, അവ പ്രാങ്ക് വ്ളോഗേഴ്സ് അമ്മേ. എനിക്ക് അവനെ വേണ്ട. നോക്ക്, എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഫുഡ് സ്റ്റൈല്, അല്ലെങ്കിൽ എന്താ പറയാ ലൈഫ് സ്റ്റൈല്, ഫുഡ്, ഇതൊക്കെയാണ് എൻ്റെ വ്ളോഗിങ് സ്റ്റൈല്. അങ്ങനെയുള്ള ആരെങ്കിലും കൊണ്ടുപോയി ഞാൻ കെട്ടാം. അവൻ ഒരു പ്രാങ്കൻ. എനിക്ക് വേണ്ട അവനെ. മണിക്കുട്ടൻ എന്താടി ഒരു കുറവ്? അമ്മ എന്നെ മണിക്കുട്ടനെ കെട്ടിക്കോ, എനിക്കൊന്നും വേണ്ട. വൃത്തിയോട് പറഞ്ഞാണല്ലോ, അടിച്ചാൽ തന്നെ കളിക്കും. അമ്മ കെട്ടാൻ അങ്ങനെ മോനെ. ഹേയ് ബ്രോ, ഈ അഡ്രസ് അറിയോ? ഈ ഇല്ലാത്തോടത്തില്ല. ഈ അഡ്രസ് ചോദിക്കാൻ വേണ്ടിയാണോ താൻ എന്നെ പേടിപ്പിക്കണം? ബ്രോ, ഇല്ലടത്തില്ല മതി. അത് ഇവിടുന്ന് നേരെ പോവാ. അവിടെ വെള്ളംകാട്ടുകാവ് അമ്പലമുണ്ട്. അതിന് തെക്കേനടയില്ലേ, അറിയോ? അത് വടക്കേനടയിൽ ഇതൊന്ന് ചോദിച്ചാൽ മതി. ഓക്കെ ബ്രോ. ഹലോ ബ്രോ. ഞാൻ ബോധം കെട്ടാടോ. അയ്യോ, ബോധം കെട്ട ബ്രോ. ബ്രോ ബ്രോ നിനക്കെന്താ വയ്യേ? അങ്ങനെ നോക്കൂ, ക്യാമറ അയ്യോ കൊടുക്കൂ. എന്നെ മനസ്സിലായില്ല? എനിക്കൊന്നും മനസ്സിലായില്ല. നീ ആരാ? സൂക്ഷിച്ചു നോക്കൂ. എനിക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായില്ല? ഇല്ല ബ്രോ, ഞാൻ മെമ്പറുടെ മരുമോനാ. മെമ്പറുടെ മോനെ? മറ്റേ UK-ലുള്ള. മനസ്സിലായില്ല? എന്ന് ലാൻഡ് ചെയ്തു? ഞാൻ ഇന്നലെ. ഇനിയിപ്പോ നിന്നെ കൂടി സഹിക്കണായിരിക്കും. ബ്രോ, നല്ലൊരു മനസ്സിലായില്ലല്ലേ. ഗോ ഔട്ട് ഓഫ് മൈ സൈഡ്. ഹേയ് ബ്രോ, എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്റെ ചാനലിന്റെ പേര് മാനിയൻ. നിന്റെ ബെല്ലൈക്കൺ ഞാൻ പിടിച്ച് അമർത്തുന്നുണ്ട്. ഹേയ് ബ്രോ, ചാമ്പ്. ഹേയ് ബ്രോ, come on ബ്രോ. പേടിച്ചു പോയോ? ഇറ്റ്സ് ജസ്റ്റ് എ പ്രാങ്ക്. നോക്കൂ, ക്യാമറ നോക്കൂ. എന്നെ മനസ്സിലായില്ല? UK-ൽ 15 lakh സബ്സ്ക്രൈബേഴ്സിൽ എന്നെ മനസ്സിലായില്ല. ഞാൻ വലിയൊരു പ്രാങ്കറാണ്. നീ? യെസ്. എന്റെ ചാനലിന്റെ പേര് മാനിയൻ. നീ? മാനിയൻ.
വല്ല പണിയെടുത്ത് ചോദിക്കടേ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട്. എന്നെ മനസ്സിലായില്ല. ഞാൻ ദേവകിയുടെ അവിടുത്തെ. അല്ല ഇങ്ങനെ ഒരു ഉരുപ്പടിയെ കുറിച്ചിട്ട് ആശാൻ പറഞ്ഞു കേട്ടിട്ടില്ലല്ലേ? ഓ മാമൻ ഫെല്ലോ. വെൽ ഞാൻ ഇവിടെ തുടങ്ങണം. കമൻ ബ്രോ. ചിൽ ബ്രോ. ഞാനൊന്നും ചെയ്തിട്ടില്ലേ, പഞ്ചായത്തിൽ ഒരു രൂപ പോലും എടുത്തിട്ടില്ല. എന്റെ സ്വന്തം കൈക്കാശ് കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. എന്നെ കൊല്ലല്ലേ. അയ്യോ ഞാൻ രാജിവെച്ച് പുറത്തു പോകാം, രാജിവെച്ച് പുറത്തു പോകാം. അയ്യോ എനിക്കത് തിരിയാനൊരു അവസരം. അയ്യോ ഞാനൊന്നും ചെയ്യല്ലേ. എടോ കുട്ടമണി, മണിക്കുട്ട ഒറ്റ അടിയാൻ പറ്റുമല്ലോ. ദൈവമേ, ഞാൻ ഓർത്തിപ്പോ എന്റെ പെടല് കണ്ടിച്ചു നീ കത്തി കൊണ്ട്. ബാക്കിയുള്ളവരൊക്കെ കഴുത്ത് അമ്മായി കത്തില്ലാണ്ടല്ലേ കണ്ടിക്കുന്നത് അല്ലേ? പോർക്ക അവിടുന്ന്. ഇങ്ങനാണ് അമ്മായിക്ക് സർപ്രൈസ് വരുന്നത്. വെൽ ഞാൻ ഇന്നലെ എത്തി. എന്തൊക്കെയുണ്ട് അമ്മായി? സുഖല്ലേ? എവിടെ അമ്മാവിടെ? അമ്മാവൻ പാർട്ടി വളർത്താൻ എങ്ങാണ്ട് പോയിരിക്കുന്നു. ഓ പാണിമോള അവളിതേ അപ്പുറം കണ്ട് വ്ളോഗൊക്കെ എടുത്ത് നടക്കുക. ഓ നിന്റെ കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ? ഇല്ല അമ്മായി, ഞാൻ കുറച്ച് സിറ്റുവേഷൻഷിപ്പ് ഒക്കെ ആയിരുന്നു. ഈ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും നോക്കണം. അവിടെയും കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ഇതൊന്നും ആലോചിക്കാവുന്നതാണ്. ക്യൂട്ട് അമ്മായി. അമ്മായിയുടെ ഇഷ്ടല്ലേ? അവളവിടെ ഉണ്ട്. ശരി എന്ന് സംസാരിക്കും. അയ്യോ ഈ ചെറുക്കന് ഒരു മാറ്റവും ഇല്ല. ആ കുസൃതിയും കുഞ്ഞായ്മത്തരവും മുഴുവൻ ഇപ്പോഴും അങ്ങനെ തന്നെ. എന്നാലും പെടലി അടിക്കാൻ 4.5 മില്യൺസ് ഉള്ള എനിക്ക് 6000 രൂപയോ? നടക്കത്തില്ല. എന്റെ ടൈമും എന്റെ എനർജി എല്ലാം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. എനിക്ക് മിനിമം 50,000 രൂപ വേണം, എന്നാലേ നടക്കൂ. ആ നിങ്ങൾ ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതി. ആ ഇതപ്പോ ജസ്റ്റ് ഇന്നലെ എന്തുട്ടി സീരിയസ്? ആ ഇതൊരു കൊളാബിന്റെ കാര്യം. ഓ റാണി, കൊളാബിന് എത്രയാണ് വാങ്ങുന്നത്? അത് ഞാൻ കുഴപ്പമില്ല, ഒരു സ്റ്റാർട്ടിങ് ഒരു 50K. 50K? ഞാനൊക്കെ എന്റെ മിനിമം 2 lakhs ആണ് നാട്ടിൽ വാങ്ങുന്നത്. ഐ എം സോറി. റാണിയുടെ എത്ര വ്യൂവേഴ്സ് ഓർ സബ്സ്ക്രൈബേഴ്സ്? 4.5 മില്യൺ. 4.5 ജസ്റ്റ്? വെൽ എൻ്റെ ഒരു 50 മില്യൺ 15 ആണ് വരുന്നത്. അത് വല്ല ബോട്ട് വല്ലോ ആയിരിക്കും. ബോട്ടോ? യുനോ ഞാൻ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടാ, ഭയങ്കര പോപ്പുലർ പ്രാങ്ക് വീഡിയോസ്. എന്റെ വീഡിയോസ് കാണാറില്ല? കാണാറുണ്ട്. ഇല്ലേ? പിന്നെ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറിന് പോലും അത്ര ഇല്ലല്ലോ. അതാ പറഞ്ഞത്, ഇവിടെ ഉള്ള യൂട്യൂബേഴ്സ് ഓർ ഇൻസ്റ്റാ ഫോളോവേഴ്സ് ഇവിടെ എന്താ പറയാ, അവരെല്ലാരും കൂട്ടിയാൽ പോലും എന്റെ അത്ര ആവില്ല. യുനോ വെൽ പിന്നെ ഞാൻ നാട്ടിൽ വന്നത് എന്താ വെച്ചാൽ എനിക്ക് അവിടെ കുറച്ച് ബെസ്റ്റീസ് ഉണ്ടായിരുന്നു. ആൻഡ് കുറച്ച് ബെഞ്ചിങ്, അങ്ങനെ കുറച്ച് ചിലത്. പിന്നെ ഒന്ന് സെറ്റിൽ ആവാന്ന് വിചാരിച്ചു. എല്ലാരും ഞാൻ അവിടെ ജസ്റ്റ് അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോ റാണി ഇപ്പൊ എന്താ പരിപാടി? ഞാൻ ഇങ്ങനെ വ്ലോഗിങ്ങും ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. അല്ല അമ്മായി എന്നോട് പറഞ്ഞു അമ്മായിക്ക് എന്തോ എന്നെ റാണിനെ കെട്ടിക്കണമെന്നാ എന്തോ പറഞ്ഞു, എന്തോ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. അപ്പൊ ഞാനും ജസ്റ്റ് നോക്കാം. എങ്ങനെ ഇതാകുമ്പോൾ നമുക്ക് രണ്ടുപേരും യൂട്യൂബേഴ്സ് ആകുമ്പോൾ അവിടെ പോയി ചില്ലായിട്ട് മൂഡായിട്ട് എൻ്റെ 3 മില്യൺ യൂസേഴ്സ് ഒക്കെ ആകുമ്പോൾ വൈബാക്കാലോ. താല്പര്യമില്ല. വൈ? താല്പര്യമില്ല, അത്രേ ഉള്ളൂ. അമ്മായിക്ക് താല്പര്യമാണെങ്കിൽ അമ്മായിനെ കെട്ടിക്കോ, എനിക്ക് താല്പര്യമില്ല. അല്ല ഇതിപ്പോ ഒരു ഗേളും റിജക്ട് ചെയ്യാത്തതാ എന്നെ. ഞാൻ റിജക്ട് ചെയ്തു, എനിക്ക് താല്പര്യമില്ല. Run, babe. What the?